ശ്രീ എ സജീവൻ, നോക്കൂ, എന്താണ് കോൺഗ്രസ് നേടിയത്, UDF നേടിയത്, യൂത്ത് കോൺഗ്രസ് നേടിയത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടില്ലേ? കോൺഗ്രസ് എന്ത് നേടി എന്നുള്ള ചോദ്യം നവകേരള സദസ്സ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ ഈ പറയുന്ന ചാവേർ ആക്രമണം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഈ പരിപാടിയിലൂടെ നേടിയത് കുറേ പോളിടെക്നിക്കുകൾ, ചില കോളേജുകൾ, ചില പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ വിജയം, ഈ ലാഭം കാണുന്നില്ലേ എന്നാണ് ശ്രീ എൻ ശ്രീകുമാറിനെ പോലെ ഒരാൾ ചോദിക്കുന്നത്. താങ്കൾക്ക് അത്ഭുതമാണോ, ഞെട്ടലാണോ, അതോ ഒരു വികാരവും ഇല്ലേ? ഇതൊക്കെ കണ്ട് ശീലിച്ചോ? ലാല്, ഞാൻ ഇതില് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ ശിവകുമാർ പറയും അത് എന്റെ രാഷ്ട്രീയ താല്പര്യമാണ്. അതൊന്നുമല്ല, എനിക്ക് അങ്ങനെ പ്രത്യേക രാഷ്ട്രീയ താല്പര്യമേ ഇക്കാര്യത്തിലില്ല. ശിവകുമാർ പറഞ്ഞതിനോട് യോജിക്കണം എന്നാണ് എന്റെ താല്പര്യം. ഇവിടെ ഒരു കാര്യമുള്ളത്, കുറച്ച് ദിവസം മുമ്പേ, ഏതാണ്ട് 4-5 ദിവസം മുമ്പേ കോഴിക്കോട്ട് മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം നടന്നിരുന്നു. അവര് കഴിഞ്ഞ കുറച്ചു കാലത്തെ രാഷ്ട്രീയ കാലാവസ്ഥ പരിശോധിച്ചിട്ട് UDFന്റെയും LDFന്റെയും പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി. അതായത് നവകേരള സദസ്സ് തുടങ്ങിയതിന് ശേഷം UDFന്റെ പ്രവർത്തനങ്ങൾ, UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ, അതായിരുന്നു അവരുടെ യോഗത്തിൽ വിലയിരുത്തിയത്. അതിൽ പറഞ്ഞ കാര്യം, വളരെ ദയനീയമായിട്ടുള്ള പ്രകടനമാണ് UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഈ രീതിയിലൊന്നുമല്ല. നവകേരള സദസ്സിൽ സർക്കാരിന്റെ ചെലവിൽ തന്നെ LDFന് അനുകൂലമായിട്ടുള്ള നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും, ഞാൻ അവരുടെ വാക്കുകളാണ് കോട്ട് ചെയ്യുന്നത്. ഇവിടെ അതിനെ കൃത്യമായിട്ട് ചെറുത്തു തോൽപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു നടപടിയും UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഇന്നലെ പറയുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് രണ്ടിന്റെയും നേട്ടങ്ങൾ മനസ്സിലാവുമല്ലോ. നവകേരള സദസ്സിൽ ഉണ്ടാവുന്ന കാരണം ഇപ്പറയുന്ന രൂപത്തിൽ, ഇപ്പൊ നേരത്തെ മുസ്തഫ പറഞ്ഞ പോലെ 41 MLA-മാരുടെ മണ്ഡലങ്ങളിലും അവിടെ LDFന്റെ രാഷ്ട്രീയം ആണ് പൂർണ്ണമായിട്ടും പറയുന്നത്, ഒരു സംശയമില്ല. ശ്രീകുമാർ പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇതൊന്നും ഞാൻ വിചാരിക്കില്ല. രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കാനുള്ളൊരു അവസരം നഷ്ടപ്പെടുത്താനുള്ള എന്തെങ്കിലും തന്ത്രം UDF നടപ്പാക്കേണ്ടിയിരുന്നു. അത് നടപ്പാക്കാൻ പ്രഖ്യാപിച്ചൊരു കാര്യം, അതാണ് ലീഗിന്റെ വിലയിരുത്തലിന്റെ പ്രധാനപ്പെട്ട കാര്യം. വിചാരണ സദസ്സുകളുടെ UDFന്റെ വിചാരണ സദസ്സ്, സംസ്ഥാന സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ പ്രവർത്തനം വളരെ മോശമാണ്. അവരുടെ മുദ്രാവാക്യം അനുസരിച്ച് ഇത് സർക്കാരല്ല കൊള്ളക്കാർ എന്ന് പറയുന്ന രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നടത്തിയ വിചാരണ സദസ്സ് എങ്ങനെ എത്ര കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന രൂപത്തിൽ സംഘടിപ്പിക്കാൻ പറ്റി എന്നതിനെ കുറിച്ച് ഞാനല്ല പറയുന്നത്, മുസ്ലിം ലീഗാണ്. അത് വേണ്ടത്ര വിജയിച്ചില്ല. ഈ വിചാരണ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിൽ വലിയ പാളിച്ചകൾ ഉണ്ടായി, UDFന് നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഓരോ തെരഞ്ഞെടുപ്പിലെയും ജയവും പരാജയവും ഒക്കെ അതെങ്ങനെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞു നടക്കുന്നില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ എങ്ങനെ വരുമെന്നതിന്റെ കാര്യം നമുക്ക് അറിയില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് ആലപ്പുഴ മാത്രമാണല്ലോ LDFന് കിട്ടിയത്. ഇപ്പൊ രണ്ടാമത് പറയുന്ന കേരള കോൺഗ്രസിന്റെ വരവോട് കൂടിയിട്ടുള്ള രണ്ടാമത്തെ സീറ്റ്, അത് കൂട്ടേണ്ടതില്ല, അത് UDFന്റെ കണക്കിൽ തന്നെ പെടുത്താം. 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് മുൻതൂക്കം ഉണ്ടാകും എന്നതിനെ കുറിച്ച് മലയാള മനോരമ ന്യൂസ് നടത്തിയിട്ടുള്ള സർവേയിൽ അവര് സ്വാഭാവികമായിട്ടും LDFനെ സഹായിക്കാൻ ശ്രമിക്കില്ല എന്നുള്ള കാര്യമാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയാണ് എങ്കിൽ അവര് പറയുന്നത് പോലും പഴയ 19 അല്ല, വളരെ കുറയും. 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷുവറായിട്ടുള്ള സീറ്റ് UDFന് അനുകൂലമാണ് കൂടുതലായിട്ട് പറയുന്നത്. പക്ഷേ ചില ആടിക്കളിക്കുന്ന സീറ്റുകൾ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് കണ്ണൂര്, വടകര തുടങ്ങിയിട്ടുള്ള സീറ്റുകളൊക്കെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ LDFന് വലിയ നേട്ടമാണ്. എന്തായാലും പഴയ 1 അല്ല പറയുന്നത്, ഏറ്റവും കുറഞ്ഞ 4. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവരുടെ സർവേയിൽ അവർ തന്നെ ജനങ്ങളോട് ചോദിച്ച, അവർ കണ്ടെത്തിയിട്ടുള്ള വോട്ടർമാരോട് ചോദിച്ച ചോദ്യം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യനായ ആൾ ആരാണെന്ന്. ഈ നവകേരള സദസ്സ് തുടങ്ങിയതിന് ശേഷം ആണ് ഈ സാധനം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പറയേണ്ടിരുന്ന പേര്, ഞാൻ ആഗ്രഹിച്ച പേര് VD സതീശന്റെ പേര് പറയുന്നതാണ്. പക്ഷെ VD സതീശന്റെ പേര്
ഏറ്റവും അവസാനത്തിലാണ് വരുന്നത്. ഒന്നാം സ്ഥാനത്ത് പിണറായി വിജയൻ, രണ്ടാം സ്ഥാനത്ത് ശശി തരൂർ. അങ്ങനെ എങ്ങനെയാ വേണ്ടത്? വി ഡി സതീശന് മുൻപിലൊന്നും ഇല്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇത് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം ഞാൻ പറയില്ല. എന്റെ അഭിപ്രായം അല്ലാതെ പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ വിലയിരുത്തലും മലയാള മനോരമ ന്യൂസിന്റെ വിലയിരുത്തലും അനുസരിച്ച് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പൊ നവകേരള സദസ്സിന് ഇനി എന്റെ അഭിപ്രായം ഇതുവരെയുള്ള കാര്യത്തെ കുറിച്ച് നിഷ്പക്ഷമായിട്ട് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളില്ലാതെ പറയട്ടെ, നവകേരള സദസ്സ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വലിയ നേട്ടം സർക്കാരിന് പറയാനുള്ള, LDFന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കാനുള്ള ഒരവസരമായി കിട്ടി. അവിടെ ഈ കരിങ്കൊടി പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന രൂപത്തിൽ നേരത്തെ ഈ ശ്രീകുമാർ പറഞ്ഞത് ഇത് ഈ ചോദ്യമായിട്ട് ബന്ധപ്പെടാത്തൊരു കാര്യമാണ്. ശ്രീകുമാർ പറഞ്ഞു പിണറായി സർക്കാരിന്റെ പോലീസാണ് ഗവർണർക്ക് സംരക്ഷണം കൊടുക്കുന്നത്, പിണറായി സർക്കാരിന്റെ പാർട്ടിയാണ് പിണറായിയുടെ പാർട്ടിയാണ് ഈ സമരം ചെയ്യാൻ SFIക്കാര് രംഗത്തിറക്കുന്നത്. ഇതെന്തൊരു വിരോധാഭാസം എന്ന് പറഞ്ഞു. SFIക്കാരല്ല, CPMകാർ, DYFIക്കാരല്ല, CPMകാർ തന്നെ സമരം ചെയ്താലും LDF സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഗവർണർക്കോ അല്ലെങ്കിൽ അതേപോലുള്ള ആൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ചുമതല അത് പൂർണ്ണമായിട്ട് സർക്കാരിൻ്റെതാണ്. ഇതിന് UDF ആണെങ്കിലും ഇങ്ങനെയാണ്. KSUക്കാർ സമരം ചെയ്താലും യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്താലും അവിടെ UDF ആണ് ഭരിക്കുന്നതെങ്കിൽ ഗവർണർക്ക് സംരക്ഷണം കൊടുത്തേ മതിയാവും. കാരണം അത് വലിയ ഭരണഘടനാ സ്ഥാപനമാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്താണ്, അദ്ദേഹം തെരുവിലിറങ്ങി കാണിക്കുന്ന എന്താണെന്നുള്ളതൊന്നല്ല പ്രശ്നം. ഇത്ര അടിസ്ഥാനപരമായ കാര്യം ശ്രീ എ സജീവൻ വിശദീകരിച്ച ഈ കാര്യം അപ്പോ ശ്രീ N ശ്രീകുമാറിന് അറിയാത്തത് കൊണ്ടല്ല, ഇത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായി ഒന്ന് പറഞ്ഞു നിൽക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു പോകുന്നു എന്നതിനപ്പുറം ഈ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെയല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം?